നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാളെ LDC എക്സാം എഴുതുന്നവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആണല്ലോ അല്ലേ? എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് മാത്രം നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ചോദിച്ചിരിക്കാം, ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കാം. നമുക്ക് അത് പോരല്ലോ. നമുക്ക് നല്ലൊരു രീതിയിൽ ഒരു ടോപ്പ് മാർക്ക് അല്ലേ വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വീഡിയോസ് കൂടാതെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള മുൻപേ ഉള്ള വീഡിയോസും കൂടെ ഒന്ന് കേട്ട് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് സ്കിപ്പ് അടിച്ചാണെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ ഒരു തവണയെങ്കിലും ഒന്ന് കേട്ട് നോക്കുക. കൂടുതലും ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം കേട്ടാലും മതി. മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ടൈം കാണില്ല. അപ്പൊ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം തൊട്ടു പുറകിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യന്റെ വീഡിയോസ് ഏതാണോ അത് കാണുക. അതിനുശേഷം അതിന്റെ പുറകിലുള്ളത് കാണുക. എന്തായാലും നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഞാൻ അത്ര ഉറപ്പിച്ച് പറയുന്നത് എന്തെന്ന് വെച്ചാൽ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സിൽ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഞാൻ കറണ്ട് അഫയേഴ്സ് കൂടുതലും ചെയ്തിട്ടുള്ളത് മോഡൽ ക്വസ്റ്റ്യൻസിനകത്താണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്തായാലും ഒന്ന് നോക്കുക. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഗാർഗി ആനന്ദൻ. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഗാർഗി ആനന്ദൻ. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ വീരമണി രാജു. വീരമണി രാജു ആണ് 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? N പ്രഭാകരൻ. N പ്രഭാകരനാണ് 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഏത് കൃതിക്കാണ് ലഭിച്ചത്? മായാമനുഷ്യൻ എന്ന കൃതിക്കാണ് N പ്രഭാകരന് 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. കൃതിയുടെ പേര് മായാമനുഷ്യൻ. 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ്. ബുധിനി എന്ന നോവലിനാണ് സാറ ജോസഫിന് 2021 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2022 അംബിക സുധൻ മാങ്ങാടിനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. പ്രാണവായു എന്ന കൃതിക്കാണ് അംബിക സുധൻ മാങ്ങാടിന് 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് ഞാൻ സൈഡിലൊന്ന് ഇട്ടിരിക്കാം, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? നീതിയുടെ ധീരസഞ്ചാരം ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടേതാണ്. 2020 യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരമാണ് 2020 യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ത്രിപുരയാണ് 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ആര്? ശശി തരൂർ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ശശി തരൂരിനാണ്. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ആന്ധ്രാപ്രദേശ്. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ആന്ധ്രാപ്രദേശ് സംസ്ഥാന സർക്കാരാണ്. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. ശിവരാജ് സിംഗ് ചൗഹാനാണ് 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത്.
യുഎസിലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ. ശ്രീനിവാസൻ. യുഎസിലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? ശ്രീനിവാസൻ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏതു രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം എന്ന രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര? ആരവല്ലി. ആരവല്ലി പർവ്വതനിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര? പൂർവഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര പൂർവഘട്ടമാണ്. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? മഹാനദി. മഹാനദിയാണ് അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. നർമ്മദ, പെരിയാർ, സിന്ധു ഇതെല്ലാം അറബിക്കടലിൽ ചെന്നുചേരുന്ന നദികളാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി? ചിനാബ്. ചിനാബാണ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. ഇന്ത്യയിലെ ശൈത്യകാലമേത്? ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഡിസംബർ ഫെബ്രുവരി മാസമാണ്. ഡിസംബർ ഫെബ്രുവരി മാസമാണ് ഇന്ത്യയിലെ ശൈത്യകാലം. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവ. കടുവയുടെ സംരക്ഷണമാണ് കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ലക്ഷ്യമിട്ടിട്ടുള്ളത്. കോർബറ്റ് ദേശീയ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. വേഡന്തകൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് വേഡന്തകൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. കടലുണ്ടി പക്ഷി സങ്കേതം, കുമരകം പക്ഷി സങ്കേതം, മംഗളവനം പക്ഷി സങ്കേതം, പാതിരാമണൽ, തട്ടേക്കാട്. ഏതൊക്കെയാണ്? കടലുണ്ടി, കുമരകം, മംഗളവനം, പാതിരാമണൽ, തട്ടേക്കാട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൺസ ഡി അൽബുക്കർക്ക്. അൽഫോൺസ ഡി അൽബുക്കർക്ക് ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി? ബഹദൂർ ഷാ രണ്ട്. ബഹദൂർ ഷാ രണ്ടാമനാണ് 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. ബഹദൂർ ഷാ രണ്ടാമനെ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയതിനെ തുടർന്ന് ബ്രിട്ടീഷ് ആർമി അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ഇദ്ദേഹത്തെ ബർമയിലേക്ക്, ഇപ്പോഴത്തെ മ്യാൻമാർ, അവിടേക്ക് ഇദ്ദേഹത്തിന്റെ ഫാമിലിയെ നാടുകടത്തുകയും ചെയ്യുകയുണ്ടായി. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത്. 1772 രാജാറാം മോഹൻ റോയിയുടെ ജനനം. ബംഗാളിലെ രാധാനഗറിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയി. ആത്മീയ സഭ, ബ്രഹ്മ സമാജം എന്നിവയൊക്കെ ഇദ്ദേഹമാണ് സ്ഥാപിച്ചത്.
ഒന്നും കൂടി പറയാം. 1772 ബംഗാളിലെ രാധാനഗറിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. ആത്മീയ സഭ, ബ്രഹ്മസമാജം എന്നിവ ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനകളാണ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചതെവിടെ? കൽക്കട്ടയിലാണ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ് മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? 1917. 1917 ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചതാര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത്. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി, ഭാരതരത്നം നേടിയ രാഷ്ട്രപതി. ബീഹാർ ഗാന്ധി എന്നും അറിയപ്പെടുന്നു. തുടർച്ചയായ 2 തവണയാണ് ഇദ്ദേഹം രാഷ്ട്രപതിയായിരുന്നത്. ഒന്നും കൂടി പറയാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി, ഭാരതരത്നം നേടിയ രാഷ്ട്രപതിയാണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു. തുടർച്ചയായ 2 തവണയാണ് അദ്ദേഹം രാഷ്ട്രപതിയായത്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതിയായിരുന്നത് ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ് ആണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥക്കാലത്ത്. അടിയന്തരാവസ്ഥക്കാലത്താണ്. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം സ്വത്തവകാശമാണ്. മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം. ആശയപ്രകടനത്തിനുള്ള അവകാശം, തുല്യതയ്ക്കുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം, ഇതെല്ലാം മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്തനിർമാർജനം. ആർട്ടിക്കിൾ 17 അയിത്തനിർമാർജനം. ആർട്ടിക്കിൾസിന്റെ നമ്മൾ ഷോർട്സ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്തോളൂ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം? 19-ാം അനുച്ഛേദം. 19-ാം അനുച്ഛേദത്തിലാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി? രാഷ്ട്രപതി. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവിയാണ് രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ? പ്രധാനമന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക് ആയിരുന്നു ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമായിരുന്നു സർദാർ പട്ടേൽ ഭവൻ.
നമ്മളിന്ന് 40 ക്വസ്റ്റ്യനും അതിൽ ചിലതിന്റെയൊക്കെ ഡീറ്റെയിൽസും നോക്കിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഷെയർ ചെയ്യുക.